എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ പേരും കുഞ്ഞു പിള്ളേരാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയപ്പോഴാണ് ഇത് ഞാൻ കാണുന്നത്. ഈ ഒരു ടോയ് നമ്മുടെ ലോക്കൽ ഷോപ്പിലൊക്കെ 100 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ മെക്കാനിസം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളിതുപോലെ അതിൻ്റെ സൊല്യൂഷൻ ഇത് ഒഴിച്ചിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അതിൽ ഞെക്കുമ്പോൾ ഇങ്ങനെ ബബിൾ വരും. കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ വലിയൊരു സൈസ് മിഷൻ ഉണ്ടാക്കി കുഞ്ഞു പിള്ളേർക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ. അതിനാദ്യം നമുക്ക് വേണ്ട ഒരു പ്ലാനാണ്. ഇതാണ് നമ്മളെ പ്ലാൻ. ഈ കാണുന്നത് ഡിഷ് വാഷാണ്, അല്ലെങ്കിൽ സോപ്പ് വെള്ളം. ഇത് നമ്മളൊരു ഓസ് വഴി ഇവിടെ ബാരലിൻ്റെ ഫ്രണ്ടിലുള്ള സ്പോഞ്ചിലെത്തിക്കും. ഈ കാണുന്നത് ബാരലാണ്. ഈ ബാരലിനെ നമ്മളാണ്ട് ഈ മോട്ടോർ ഉപയോഗിച്ച് പിടിച്ച് കറക്കും. അതിൻ്റെ ബാക്കിൽ നമ്മളൊരു ഫാനും വെച്ചിട്ടുണ്ട്. ഈ ഫാനിൻ്റെ പവറിൽ ബബിൾ വെളിയിൽ വരും. ആദ്യം നമുക്ക് ഗണ്ണിൻ്റെ ബാരൽ ഉണ്ടാക്കാം. അതിനായിട്ടൊരു 1/2 ഇഞ്ച് പൈപ്പ് എടുത്ത് 24 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലത്തെ 6 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 ഇഞ്ചിൻ്റെ വലിയ പൈപ്പ് വേണം. അതിൽ നിന്നും ചെറിയൊരു ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്ത് ചൂടാക്കി പരത്തിയെടുക്കാം. ഇനിയൊരു കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്ത് PVCയുടെ മുകളിൽ വെച്ചൊരു വൃത്തം വരച്ചെടുക്കാം. അതിനുശേഷം കോമ്പസ് ഉപയോഗിച്ച് ഇതുപോലെ 6 തുല്യ ഭാഗങ്ങളായി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിനെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് വേറൊന്നിനുമല്ല, നമുക്ക് ഈസി ആയിട്ട് റൗണ്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ എൻഡിൽ നിന്ന് 5 mm മാറ്റി മാർക്ക് ചെയ്ത് ബാരലിൻ്റെ വീതി വരുന്ന 6 ഹോള് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലത്തെ 3 പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഓരോന്നോരോന്നായി കയറ്റി കൊടുക്കാം. അതുപോലെ തന്നെ പൈപ്പിൻ്റെ മറ്റേ അറ്റത്തും ഞാൻ ഈ ഡിസ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഗണ്ണിൻ്റെ മെക്കാനിസം ഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പ് കിട്ടാൻ 2 ഡിസ്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന പൈപ്പ് ചേർത്ത് വെച്ച് ഒട്ടിച്ച് ഏകദേശം 5 ഇഞ്ച് ഡയമീറ്ററിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് എയർ ഫ്ലോ കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബെയറിംഗ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തടിയിൽ ഹോൾ ഇട്ട് ബെയറിങ്ങുകൾ ഓരോന്നോരോന്നായി കയറ്റി വെച്ച് കൊടുക്കാം. അത് വേറൊന്നിനുമല്ല, നമ്മുടെ ബാരൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ബാരലിനെ പിടിച്ച് കറക്കാൻ വേണ്ടി നല്ല പവറുള്ളൊരു ഗിയർ മോട്ടോർ എടുക്കുന്നുണ്ട്. അതിനെ നമുക്കിതുപോലെ ഒരു PVCയിൽ വെച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഞാനിവിടെ എടുത്ത മോട്ടോറിൻ്റെ ഷാഫ്റ്റിന് ആവശ്യത്തിന് നീളമില്ലാത്തത് കൊണ്ട് ഒരു നീളമുള്ള കമ്പി കണക്ട് ചെയ്യാൻ പാകത്തിനൊരു മെക്കാനിസം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഷാഫ്റ്റ് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബെയറിങ്ങും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മെക്കാനിസം മുഴുവനായും ബോഡിയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു BLDC മോട്ടോറും 5 ഇഞ്ച് പ്രൊപ്പല്ലറും വേണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2200 kV BLDC മോട്ടോറാണ്. അതിലേക്ക് നമ്മുടെ പ്രൊപ്പല്ലർ ഇട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ മോട്ടോർ പിടിപ്പിക്കാനായി PVCയിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കി ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി വേണ്ടതൊരു ESC ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 40 ആംപിയർ ESC ആണ്. ഇതിനെ നമുക്ക് ഇതുപോലെ മോട്ടോറുമായി കണക്ട് ചെയ്യാം. അടുത്തതായി ഒരു സ്പീഡ് കൺട്രോളർ എടുത്ത് അതിൻ്റെ ഔട്ടിനെ ESCയിൽ നിന്നുള്ള സിഗ്നൽ വയറുമായി കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് സ്പീഡ് കൺട്രോളർ ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫാൻ നമ്മുടെ ഗണ്ണിൻ്റെ ബാക്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അടപ്പ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മുടെ മെഷീൻ ഗണ്ണിൻ്റെ ഹാൻഡിൽ വരുന്ന ഭാഗം ഞാൻ PVCയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗണ്ണിൻ്റെ ബാക്കിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉറപ്പ് കിട്ടാൻ വേണ്ടി ചെറിയൊരു കഷ്ണം PVC കട്ട് ചെയ്ത് ഗണ്ണിൻ്റെ മുൻഭാഗത്തും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു PVC പൈപ്പ് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തിലൊരു അടപ്പിട്ട് അടിഭാഗത്തൊരു ട്യൂബും കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഗണ്ണിൻ്റെ പിടി സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തെടുത്ത പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും നമ്മുടെ ഗണ്ണിൻ്റെ പിടി മാത്രമല്ല, ബബിൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ടാങ്ക് കൂടിയാണ്. പിടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ ഒരു സ്വിച്ച് വേണം. അതിനെ നമ്മുടെ ഗണ്ണിൻ്റെ പിടിയിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശരിക്കുള്ള മിഷൻ ഗണ്ണിലുള്ളതുപോലെ തന്നെ മുൻഭാഗത്തും ഞാനൊരു പിടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ഇഞ്ച് പൈപ്പ് എടുത്ത് അതിൻ്റെ 2 ഭാഗത്തും ഓരോ അടപ്പിട്ട് സെൻറ്റർ ഭാഗത്തൊരു ഡോറും വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മുടെ ഗണ്ണിൻ്റെ ബോഡിയിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ESC ഇതിൻ്റെ ഉള്ളിൽ വെച്ച് മോട്ടോറുമായി കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ സ്പീഡ് കൺട്രോളറിൻ്റെ ബോഡി ഇളക്കി മാറ്റി അതിനെ നമുക്കിതുപോലെ PVCയിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ കണക്ഷൻ എല്ലാം ഒന്നുകൂടി കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മുടെ മിഷൻ ഗണ്ണിൻ്റെ ബാരൽ പിടിപ്പിക്കാനായി ഷാഫ്റ്റിൽ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാരലിലും ഇട്ടിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും അലൈൻ ചെയ്ത് വെച്ചൊരു സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നീളമുള്ളൊരു തടിയാണ്. അതിനെ നമ്മുടെ ഗണ്ണിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം.
അടുത്തതായി ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് അതിൽ നിന്നും ചെറിയൊരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതേ സൈസിലൊരു സ്പോഞ്ചിൻ്റെ കഷ്ണവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ഗണ്ണിൻ്റെ ബാരലിൻ്റെ മുൻവശത്തായി ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മെഡിക്കൽ ഐ വി സെറ്റാണ്. അതിൽ നിന്ന് റെഗുലേറ്റർ എടുത്ത് ഗണ്ണിൻ്റെ ഹാൻഡിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പിടിയിൽ നിന്നുള്ള ട്യൂബിനെ റെഗുലേറ്ററിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ബാരലിൻ്റെ എൻഡിലെത്തിക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത തടിയുടെ മുകളിലൂടെ ട്യൂബ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് നീളം കട്ട് ചെയ്ത് സ്പോഞ്ചിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗണ്ണിൻ്റെ മെക്കാനിസം മുഴുവൻ കംപ്ലീറ്റ് ആയി. ഇനി പെയിൻറ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മിഷൻ ഗണ്ണ് പെയിൻറ്റ് ചെയ്ത് ഒറിജിനലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പാർട്ടി ബബിൾ എന്ന് പറയുന്നൊരു സൊല്യൂഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഷ് വാഷ് ഉപയോഗിക്കാം. പക്ഷേ ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല കളർഫുൾ ബബിളാണ്, അതുപോലെ തന്നെ നോൺ ടോക്സിക്കുമാണ്. ഇനി ഈ സൊല്യൂഷൻ ടാങ്കിൽ ഫില്ല് ചെയ്ത് ബാറ്ററി ESCയുമായി കണക്ട് ചെയ്ത് ഫ്ലോ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഇപ്പോൾ ഒരു DJ പാർട്ടി നടക്കുന്ന ഓളമുണ്ട്. നമ്മളെ ഗണ്ണ് വൻ സക്സസ് ആണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരേ ഓളം. പിന്നെ ഇത് കാണിക്കാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറങ്ങുന്ന മെക്കാനിസത്തിൻ്റെ ബാറ്ററി ഞാൻ ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വയർ ഞാൻ ഈ സൈഡിൽ കൂടി എടുത്ത് ഒരു സ്വിച്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് വളരെ ചെറുതായതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് നേരം ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വലിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ശരിക്കുള്ള മിഷങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു സെറ്റപ്പ്. ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യാതെ എത്ര നേരം വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ഹാപ്പിയാണ്. അവരുടെ ഈ നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് ഞാൻ ഒരു കാരണമായി എന്ന സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.